ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടയം സ്റ്റൈലൊരു ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും, അറിയുന്നവരും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ നോക്കുക, അതായത് നല്ല അടിപൊളി മൺചട്ടി തന്നെ വെക്കണം. മീൻകറി എപ്പോഴും നമ്മൾ നല്ല ടേസ്റ്റി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല മയക്കിയ നമ്മുടെ നല്ല ചട്ടി ഉണ്ടല്ലോ, മൺചട്ടി, അത് തന്നെ വെക്കണം. അതിലൊക്കെ ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ഇടണം. ഉലുവ ഇട്ട് ഒരല്പം കടുകും കൂടി ഇടാം. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു 2 കതിർപ്പ് കറിവേപ്പില ഇട്ട് നല്ലോണം വഴറ്റുക. അത് നല്ലോണം വഴണ്ട് വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി ഒരു 10 അരിഞ്ഞത്, ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ഇഞ്ച്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയിട്ട് നല്ലപോലെ വഴറ്റുക. അത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ തക്കാളി ഇടുക. തക്കാളി നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടി, പിന്നെ നിങ്ങൾ ആവശ്യത്തിന് കാശ്മീരി പൊടിയാണ് ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം എരിവ് എത്രത്തോളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാം ഗൈസ്. പിന്നെ നമ്മൾ അതിന് ശേഷം മല്ലിപ്പൊടി, ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടി അങ്ങോട്ട് നന്നായി വഴറ്റണം. വഴണ്ട് വരുമ്പോഴത്തേക്കും നല്ലപോലെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. പൊടികളും ഉള്ളിയൊക്കെ കൂടെ ഇങ്ങനെ വഴണ്ട് നല്ല പ്രത്യേക ഒരു മണം വരുമ്പോൾ നമ്മൾ ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് അതങ്ങോട്ട് കൈ കൊണ്ടൊന്ന് ഞവടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് തിളക്കാൻ നിൽക്കണം. ഒന്ന് ചൂടായി ഒന്ന് തിള വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്കിന്ന് കിട്ടിയത് നല്ല വറ്റയാണ്, കഷ്ണം മീനാണ് കിട്ടിയത്. വലിയ വറ്റയുടെ പീസ്, അതായത് നല്ലപോലെ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. എപ്പോഴും മീൻകറി നമ്മൾ വെക്കുമ്പം അതിന് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിഷ് നല്ല ഫ്രഷ് ആയിരിക്കണം. എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ എന്തൊക്കെ ടേസ്റ്റി ആയിട്ട് വെച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ അതൊക്കെ ചേർത്ത് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫിഷ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാൻ പോകണം ഗൈസ്. അങ്ങനെ അതാ നല്ല ഫ്രഷ് മീനാണ്, കണ്ടില്ലേ, നല്ല അടിപൊളി മീൻ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ് വറ്റ. ഒരു രക്ഷയില്ലാത്ത കറിയായിരുന്നു. ഞാൻ ഇതായിട്ട് പറഞ്ഞില്ല, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അറിയാത്തവർ ഇത് മാത്രം മതി, നമുക്ക് വയറ് നിറയെ ചോറണം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. ഈ വറ്റ മുളകിട്ടതും കൂട്ടി ചൂട് ചോറ്, നല്ല ആവിറക്കുന്ന ചോറ് കൂട്ടി അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ, ഒരു പപ്പടമോ എന്തെങ്കിലും ഒരു തോരനോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പൊളിക്കും മക്കളെ, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി വറ്റക്കറി. പിന്നെ ഞാനിതിൻ്റെ കൂടെ നമ്മുടെ കപ്പയില്ലേ, കപ്പ ഉടച്ചതും കൂടെ ഉണ്ടായിരുന്നു. അതും മീൻകറിയായിട്ട് പൊളിക്കും. ഞാൻ കപ്പയുടെ റെസിപ്പി പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണെന്നൊരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എന്ത് ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കൊണ്ട് ഫിഷ് ഞാനിതാ ഫ്രൈ ചെയ്യാൻ പോകുന്നു. നമ്മുടെ കറിക്കുട്ടൻ അങ്ങനെ തിളച്ച് മറിയിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ, അസ്സലാമു അലൈക്കും.